പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു പ്രകൃതിയുടെ ഒരു അന്തരീക്ഷത്തിലാണ് പറയണത്. വൈകിട്ടാണ് എടുക്കണത്. വെയിൽ മാറിയപ്പം ഒരു നല്ല സമയം നോക്കിയിട്ട് എടുത്തതാണ്. ഒരു പ്രകൃതിയുടെ ഒരു നല്ല തണൽ നോക്കിയിട്ട് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോണത് ഒരേ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക്, സ്ത്രീ ആയാലും പുരുഷനായാലും ഏതെങ്കിലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതം മൊത്തത്തിൽ ഒരേ അനുഭവമാണോ നമുക്ക് കൊടുക്കണത് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോസിൽ പറയാൻ പോകുന്നത്. നോക്കൂ, ഇപ്പോൾ അശ്വതി ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ, അതായത് അശ്വതി നക്ഷത്രം പറയുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് മേടൻ രാശിയിലാണ് എന്ന് വിചാരിച്ചോളൂ. ഒരു വേറൊരു വ്യക്തി ജനിച്ചത് അശ്വതി നക്ഷത്രത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഭരണി നക്ഷത്രത്തിൽ, അപ്പോൾ മേടം രാശി തന്നെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ജീവിതകാലം വരെ ഇവർക്ക് ഈ കൂറുഫലം അല്ലെങ്കിൽ ഈ നക്ഷത്രഫലം അനുയോജ്യമാണോ, അതാണ് ഇവരെ നിയന്ത്രിക്കണത് എന്ന് ചിന്തിച്ചോളൂ. അപ്പോൾ ഒരു പുരുഷൻ ജനിച്ചത് രാവിലെ, ഇതിപ്പം വൃശ്ചിക മാസം, അല്ല സോറി, ധനുമാസം. ധനുമാസം എന്ന് പറയണത്, ധനുമാസം രാവിലെ 6 മണിക്ക്, ഒരു 6:30-7 മണിക്കുള്ളിൽ ജനിച്ച ഒരാളാണെങ്കിൽ നമുക്ക് ഉദയം ലഗ്നം വന്നിരിക്കുന്നത് അതേ ഉദയം, നമ്മൾ കിഴക്കൻ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച് നിൽക്കുന്ന ഒരു രാശിയുണ്ട്, അതാണ് ലഗ്നം. അപ്പോൾ രാവിലെ ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജനിച്ചത് രാവിലെ ഒരു 6:30 ആണെങ്കിൽ ആ ധനുരാശി തന്നെയായിരിക്കും ഉദയം. 2 മണിക്കൂർ, ഇപ്പം ധനുരാശിയിൽ കടന്നിട്ടുള്ളൂ, 2 മണിക്കൂർ ഏകദേശം ഉണ്ടാകും. അത് കഴിഞ്ഞൊരു 8 മണി 9 മണി ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മകരരാശിയിലാണ് ഉദയം കിടക്കുക. അപ്പോൾ ആ സമയത്ത് ജനിക്കുന്ന കുഞ്ഞാണെങ്കിൽ ലഗ്നം വന്നിരിക്കുന്നത് മകരരാശിയിലായിരിക്കാം. അപ്പോൾ അവിടെ ധനുരാശിയിൽ ഉദയം കഴിഞ്ഞ് അപ്പോൾ അത് 12ാം ഭാവമായിട്ട് മാറും. ആ 12ാം ഭാവത്തിൻ്റെ അധിപൻ 12ാം ഭാവാധിപനായിട്ട് മാറും. ഇങ്ങനെ ആ ഒരു കൊച്ചു ജനിച്ച സമയത്ത് ഇത് വേറൊരാൾ ജനിച്ചത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലാണെങ്കിൽ ചിലപ്പം ഒരു 11 മണിക്കോ 12 മണിക്കോ ഉള്ളിലാണെങ്കിൽ ഏകദേശം കുംഭം അല്ലെങ്കിൽ മീനം എന്ന് രാശി വിചാരിച്ചോളൂ. ഒരു ഏകദേശമായിട്ട് പറയണത്. അപ്പോൾ ഒരേ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ഈ ലഗ്നം കൊണ്ട് ഈ കൂറുഫലം അനുകൂലമാവുക പ്രതികൂലമാവുക എന്നാണ് എൻ്റെ ചോദ്യം. ഒരിക്കലും ഇല്ല. കാരണം 2 മണിക്കൂർ വെച്ചിട്ട് ഉദയം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ 2 മണിക്കൂർ ഓരോ ജനനങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് ഓരോ ഡിഗ്രി മിനിറ്റിൽ ആയിരക്കണക്കിന് ജനനങ്ങൾ ഒരേ സമയത്ത് ജനിക്കുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ച് നോക്കി നോക്കൂ, ഈ കൂറുഫലം വെച്ചിട്ട് പറയുന്നത് കറക്റ്റ് ആകുമോ? ഇവിടെ ഞാൻ നോക്കണു, ധനുരാശിയിൽ നിൽക്കുന്ന കൊച്ചിന് ജനനം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രാശി അധിപൻ വ്യാഴം നിൽക്കുന്നത് ഇപ്പോൾ 6ാം ഭാവത്തിലാണ്. 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണമാണോ കിട്ടണത്? അല്ലെങ്കിൽ മേടം കൂറ് ജനിക്കുന്ന 11ലാണ്, കൂറുഫലം വെച്ച് പറയും 11ലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ്റെ 2ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും 2 നക്ഷത്രത്തിൽ ഒരേ സമയത്ത് ജനിച്ച ഒരേ നക്ഷത്രക്കാർക്ക് ഒരേ ഫലമല്ല. കാരണം ഇവിടെ ലഗ്നം എന്നുള്ള ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും എടുത്ത് പറയണത് കൂറുഫലമാണ്. എന്താണ് കൂറുഫലം? അതായത് അവർ പറയണത് എന്താ പറയണത്, ഈ അതായത് നമ്മൾ കൂറുഫലം വെച്ച് പറയുമ്പോൾ ചന്ദ്രനെ കണ്ടാണ് പറയണത്, അതാണ് ശരി. ഒരിക്കലും അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരേ ലഗ്നത്തിൽ ജനിച്ച അല്ലെ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരേ ഫലങ്ങളല്ല കിട്ടുന്നത്. അവിടെ ലഗ്നഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അതാരും ചിന്തിക്കുന്നില്ല. അതാണ് നമ്മൾ പറയണത്, നമ്മൾ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച് നിൽക്കുന്ന ലഗ്നം എന്നുള്ള കേന്ദ്ര ബിന്ദുവാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ട്. അത് തന്നെയാണ് ചാരവശാലും നമ്മൾ അനുകൂലത്തിൽ വരണത്. അല്ലാണ്ട് ഈ അശ്വതി നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഈ കുംഭൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുകയാണ്. ആ ചന്ദ്രൻ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും പറയണത് എന്താ പറയണത്, ഏഴരശനി കാലഘട്ടമാണെന്ന് പറയണത്. അപ്പം ഇതേ 2 മണിക്കൂർ 2.25 ദിവസം ഒരു രാശിയിൽ ചന്ദ്രൻ നിൽക്കും. ആ 2.25 ദിവസം ഒരു കുഞ്ഞാണോ ജനിക്കണത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞാണോ ജനിക്കണത്? അല്ല, ആ ഒരു ഡിഗ്രി മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ തന്നെ നൂറുകണക്കിന് ഓരോ സ്ഥലത്ത് ജനനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ 2.25 ദിവസം എത്ര ജനനം നടന്നിട്ടുണ്ടാവും? അപ്പോൾ അതേ 2 മണിക്കൂർ വെച്ച് ഉദയം നടന്നുകൊണ്ടേയിരിക്കും. 2 മണിക്ക് ജനിക്കാം, 6 മണിക്ക് ജനിക്കാം, 11 മണിക്ക് ജനിക്കാം, 4 മണിക്ക് ജനിക്കാം. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ 12 രാശിയിൽ ഉദയം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം 12 രാശിയിൽ കൂടിയും ലഗ്നം കടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാരും മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും എളുപ്പമുള്ള ഒരു സംഗതിയാണ് കൂറുഫലം. കാരണം വെച്ചാൽ എന്താ, നിങ്ങളുടെ ഒരാൾ വരുന്നു,
എന്നിട്ട് എൻ്റെ മോനിപ്പോൾ അത്ര തടസ്സമുണ്ട്, വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താ പറയണത്, അവർ പറയും ഇപ്പോൾ ചന്ദ്രൻ നിൽക്കണത് കുംഭരാശിയിലാണ്, ഏഴരശനി കാലഘട്ടമാണ്, അതുകൊണ്ട് ദുരിതമാണ് എന്നാണ് പറയണത്. ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ചിലപ്പം ലഗ്നം വന്നിരിക്കണം മേടൻ രാശിയിലായിരിക്കും. ആ സമയത്ത് ജനിച്ച കുഞ്ഞ് ചിലപ്പോൾ മേടൻ രാശിയിലായിരിക്കും. അപ്പോൾ മേടത്തിൻ്റെ രണ്ടിലൂടെ ആയിരിക്കും ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കണത്. ശനി സഞ്ചരിക്കണതോ 11ാം ഭാവത്തിലൂടെ ആയിരിക്കും. രണ്ടും അനുകൂലമാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചുകൊള്ളൂ, ഈ അനുകൂല കാലഘട്ടം നമ്മൾ തന്നെ അവിടെ ദോഷം, അവിടെ ഒരു ജ്യോതിഷം സമീപിക്കുക എന്താ പറയണത്, ഏറ്റവും ഫസ്റ്റ് പറയണത് ഇതേ സമയം മോശമാണ്, ഇപ്പോൾ 2.5 വർഷം കൂടി ഇനി ശനിയുടെ ഏഴര ശനി കാലഘട്ടമുണ്ട്, അതുകൊണ്ട് ദുരിതം തന്നെയായിരിക്കുന്നു. ഒരിക്കലും ഇല്ല. കാരണം ഒരേ നക്ഷത്രത്തെ ജനിച്ച ആൾക്കാർക്ക് ഒരേ ഫലമല്ല. ലഗ്നഭാവങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ അനുഭവത്തിൽ വരും, തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞ ലഗ്നം തന്നെയാണ്. ഗോചാരം വെച്ച് കഴിഞ്ഞാലും ചന്ദ്രനെ കൊണ്ട് തന്നെ ഫലം പറയണം. അപ്പോൾ ഈ 2.25 ദിവസം ജനിക്കുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എത്ര ജനങ്ങൾ, കേരളത്തിൽ പോട്ടെ, ഈ ലോകത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കണ്ടകശനി ഏഴരശനി കാലഘട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. നോക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഈ ഏഴരശനി കാലഘട്ടം കണ്ടകശനി കാലഘട്ടത്തിലാണ് 20 വർഷം മുഖ്യമന്ത്രിയായും ഇപ്പോൾ പ്രധാനമന്ത്രിയുമായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, അങ്ങേക്ക് ഈ ഏഴരശനി കാലഘട്ടത്തിൽ അങ്ങേക്ക് സ്ഥാനക്കയറ്റമാണോ കിട്ടിയത്, സ്ഥാനം ഇറക്കമാണോ കിട്ടിയിരിക്കുന്നത്? അപ്പോൾ അതും ആരും ചിന്തിക്കില്ല. നമ്മൾ ഒരു സമയത്ത് രാജകൊട്ടാരത്തിലും, അതായത് ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നു വീഴുന്ന കുഞ്ഞ്, അത് രാജകൊട്ടാരത്തിലും ഒരേ സമയത്ത് ഒരേ ഡിഗ്രിയിൽ ജനനം നടന്നിട്ടുണ്ടാവും, ചേരിയിലും ഒരേ ഡിഗ്രി മിനിറ്റ് നടന്നിട്ടുണ്ടാവും. ഇവർക്ക് രണ്ട് അനുഭവങ്ങളല്ലേ കൊടുക്കുന്നത്? ഒരേ അനുഭവങ്ങളാണോ കൊടുക്കുന്നത്? അല്ല, അത് ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മുടെ നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോൾ എന്താ പറയണത്, നമ്മളൊന്ന് സ്പേസ്, അതായത് നമ്മുടെ എന്താ പറയുക, ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹനില, 2 നമ്മളുടെ സ്പേസ് ചുറ്റുപാട്, മൂന്നാമത് കർമ്മം, അതായത് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടിരിക്കും നമ്മളുടെ ജീവിത ലക്ഷ്യം. അതിൽ ഓരോ ലഗ്നത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായ പ്രതികൂലമായ കാലഘട്ട ലഗ്നം കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരു കാരണവശാലും ഒരേ നക്ഷത്രത്തിൽ നിൽക്കുന്ന 2 പേർക്ക്, ഒരു വീട്ടിൽ ചിലപ്പോൾ 2 പേര് ഒരേ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ടാവും, അച്ഛനമ്മയ്ക്ക് ചിലപ്പോൾ ഒരു നക്ഷത്രം, അല്ലെങ്കിൽ 2 മക്കൾക്ക് ഒരേ നക്ഷത്രമായിരിക്കും. ഒരു കാരണവശാലും അവർക്ക് നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനം 2 പേർക്ക് ഒരേ ടൈം ഒരേ അനുഭവം കിട്ടത്തില്ല. കാരണം വെച്ചാൽ അവിടെ ഒരാൾ ജനിച്ചിരിക്കുന്നത് ചിലപ്പം 8 മണിക്കായിരിക്കും, ഒരാൾ ജനിക്കുക 10 മണിക്കായിരിക്കും, അല്ലെങ്കിൽ 11 മണിക്കായിരിക്കും. അപ്പോൾ അവിടെ ലഗ്നഭാവങ്ങളിൽ വ്യത്യാസം വന്നു. അവിടെ ലഗ്ന വ്യത്യാസം രാശി വ്യത്യാസം വന്നു. ആ രാശിൻ്റെ ഭാവാധിപന്മാർ വന്നിരിക്കുന്നു. 12 രാശിയിൽ ഉദയം നടന്നുകൊണ്ടേയിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ലഗ്നം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ എപ്പോൾ വേണമെങ്കിലും ഈ എന്താ പറയുക, ഈ ലഗ്നം മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ചന്ദ്രൻ അവിടെ മാറുന്നുണ്ടോ? ഇതാരും നോക്കുന്നില്ല. അവിടെ ലഗ്നം മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ചന്ദ്രൻ മാറുന്നില്ല. ചന്ദ്രൻ ആ രാശി തന്നെ നിൽക്കുകയാണ്. ചിലപ്പോൾ ഇന്നായിരിക്കും ഒരു രാശിയിലേക്ക്, ഇതിപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കുംഭൻ രാശിയിൽ ഇന്ന് ചന്ദ്രൻ കടന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 2.25 ദിവസം ഇനി ആ രാശി തന്നെയുണ്ട്. അപ്പോൾ ഈ 2.25 ദിവസം ആൾക്കാർക്കൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ടകശനി ഏഴരശനി എന്ന് പറയുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെ ലഗ്നം എന്നുള്ള കേന്ദ്ര ബിന്ദു അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് നമ്മളുടെ ഈ ചാരവശാൽ ചിന്തിക്കേണ്ടത്. ഒരു കാരണവശാൽ കൂറുഫലത്തിൽ കൂടെ പുറകെ പോകരുത്. അത് അമ്പേ തെറ്റാണ്. അതേപോലെ തന്നെയാണ് 2ാം ഭാവത്തിൽ ഗുളിയൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ 2ൽ രാഹു ഉണ്ടോ കേതു ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും അവിടെ വിദ്യാതടസ്സം വരത്തില്ല. രാഹു കേതുക്കൾ എടുത്ത് മാറ്റൂ. ജാതക ചിന്തയിൽ 7 ഗ്രഹങ്ങൾക്ക് 12 രാശിയുണ്ട്. ആ 12 ലഗ്നഭാവമുണ്ട്. അതിൽ എവിടെയൊക്കെ ഗ്രഹങ്ങളുണ്ട്? 2ാം ഭാവാധിപൻ, 2ൻ്റെ കാരകൻ, അതിലെ 2ലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന ഗ്രഹം, 2 നിൽക്കുന്ന ഗ്രഹം, ഇതിനൊക്കെ അടിസ്ഥാനം നോക്കിയിട്ടാണ് പറയേണ്ടത്. അല്ലാണ്ട് ഓടിച്ചെന്നിട്ട് ഇവിടെ കൂറുഫലം അല്ലെങ്കിൽ രാഹു കേതുക്കളൊക്കെ പറഞ്ഞ് നക്ഷത്രഫലം വെച്ചിട്ട് ഫലം പറയുന്നത് അമ്പേ തെറ്റാണ്. അതിലെ മുന്നോട്ട് നിങ്ങൾ പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ എനിക്ക് പറയാനുള്ള അറിവ് മാത്രം നിങ്ങൾ പറയും. നിങ്ങൾ സാധാരണ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുക. നോക്കൂ, ചന്ദ്രൻ ഒരു രാശിയിൽ 2.25 ദിവസം ഈ ചന്ദ്രനാണ് സഞ്ചരിക്കുന്നത്. നക്ഷത്രം സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല. അശ്വതി മേടം തുടങ്ങും, രേവതി മീനത്തിൽ അവസാനിക്കും.
ഈ അശ്വതി മാറി മേടത്തിലേക്ക് അല്ല ഇടവത്തിലേക്ക് പോകുന്നുണ്ടോ? രേവതി മാറിയിട്ട് മേടത്തിലേക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരേ സ്ഥായിയായിട്ട്, അതായത് ഒരു സ്ഥലത്ത് നമുക്ക് ക്ലോക്കിലെ സൂചി, നമ്മൾ ക്ലോക്കിലെ സൂചി എന്താ, നമ്മൾ മണിക്കൂർ മിനിറ്റ്, ഇപ്പോൾ രാവിലെ 8 മണി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നോക്കണം, ക്ലോക്കിലേക്ക് നോക്കും. അപ്പോൾ ക്ലോക്കിലെ സൂചികൾ ആ നമ്പർ വെച്ച സ്ഥലത്തേക്ക് വന്നിട്ട് ക്ലോക്കിലെ അടയാളങ്ങൾ തരും, നമുക്ക് ഇത്ര ടൈം ആയിന്ന്. ഈ അടയാളങ്ങൾ മാത്രമാണ് നമുക്ക് നക്ഷത്രങ്ങൾ. നമ്മൾ ജനിച്ച സമയത്ത് ഒരു ഭൂമിയിൽ ഒരു കാര്യം നടക്കുമ്പോൾ, ആ ഭൂമിയിൽ ഒരു കാര്യം നടക്കുമ്പോൾ എന്താ പറയുക, നമ്മളുടെ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു, ആ രാശി ഏത് നക്ഷത്ര, ആ ചന്ദ്രൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഏത് നക്ഷത്രം നിൽക്കുന്നുമോ ആ നക്ഷത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഏത് നക്ഷത്രമാണോ നിൽക്കുന്നത് ആ ദിവസത്തിൻ്റെ നക്ഷത്രം അതായിരിക്കും, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ നക്ഷത്രം അതായിരിക്കും. ഈ ഒരു സാധ്യത സൂചന മാത്രമേ ഈ ചന്ദ്രനെ കൊണ്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഗോചാരം ചിന്തിക്കുമ്പോൾ ഒരു കാരണവശാലും കൂറുഫലം മുന്നോട്ട് പോകരുത്. കാരണം രണ്ട് പേർക്കും ഒരേ നക്ഷത്രത്തിൽ ജനിച്ച പേർക്ക് 2 പേർക്കും ഒരേ ഫലമല്ല, അത് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ 2 പേർക്ക് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ വരിക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് എന്തോരം 2 നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുണ്ട്. ഇത് ജ്യോതിഷം ഒന്നും ഞാൻ പറഞ്ഞില്ല, സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മാത്രം മതി. പ്രത്യേകിച്ച് മലയാളികൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്, എന്നാൽ ചിന്തിക്കാനുള്ള ഒരു കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് സാധാരണ ഇതിൽ ചിന്തിച്ചു. ഈ 2.25 ദിവസം നിൽക്കണ ഇപ്പം ഇന്ന് ചന്ദ്ര കുംഭരാശിയിലേക്ക് 2.25 ദിവസം ഉണ്ട്, അവർക്കൊക്കെ ഏഴരശനി കണ്ടകശനിയൊക്കെ വന്നുകൊണ്ടേയിരിക്കണ്ടേ അവിടെ. അപ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക, ഇവിടെ ഒരാളെ സമീപിക്കുമ്പോൾ എന്താ ദോഷമാണ് പറയുന്നത്, ഏഴരശനിയാണ്, കഷ്ടകാലമാണ്, ദുരിതമാണ്, ബുദ്ധിമുട്ടാണ്, തടസ്സമാണ്, എല്ലാം പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക. ഞാൻ എന്താണോ ഒരു ജ്യോതിഷത്തെ സമീപിക്കുമ്പോൾ പറയണത്, അതായത് എന്താ പറയണത്, ഇപ്പോൾ കഷ്ടകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ ചിന്ത അതായിരിക്കുള്ളൂ. കാരണം വെച്ചാൽ ചിലപ്പോൾ അവൻ്റെ ജസ്റ്റ് ഒന്ന് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ നല്ല രീതിയിൽ 2 വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അവൻ്റെ മനോഭാവം ധൈര്യത്തോട് കൊടുത്ത് ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് മാറ്റം വരും. പക്ഷേ ഇവിടെ ചിന്തിക്കുന്നതല്ല, ഓടിച്ചെന്ന് മറ്റേ നെഗറ്റീവാണ് പറയണത്. ആ നെഗറ്റീവ് പറയുമ്പോൾ അവൻ ചിന്തിക്കണം, അല്ലെങ്കിൽ ആ വീട്ടുകാർ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ മോന് സമയപോഷം, ഈ ചിന്തകൾ ആ വ്യക്തികളെ മനോഭാവത്തിലേക്ക് മാറ്റും, ഇവരെ മനസ്സിനെ ബാധിക്കും, ശരീരത്തിനെ ബാധിക്കും. ഈ ചിന്തകളെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ തോട്ടായിരിക്കും ഇവർക്ക് എപ്പോഴും ചിന്തിക്കുക, എനിക്ക് ഏഴരശനിയാണ്, അതുകൊണ്ടാണ് തടസ്സം. ഈ ചിന്താഗതി ആലാട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഏഴരശനി അല്ലെങ്കിൽ കൂറുഫലം ഒരേ 2 ജാതകത്തിൽ 2 നക്ഷത്രങ്ങൾക്ക് ജനിച്ച 2 പേർക്ക് ഒരേ ഫലമല്ല. അനാവശ്യ വാക്കുകൾ, മറ്റുള്ളവരുടെ ജ്യോതിഷങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങൾ ഒരു കാരണവശാലും അമിതമായ ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോകരുത്. നമുക്ക് ലഗ്നം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ മറ്റേ ലഗ്നം മുച്ച് നമ്മൾ ചാരഫലം കൂടി ചിന്തിക്കുക. അനുകൂല സമയമായിരിക്കും. ഇപ്പോൾ മേടം ലഗ്നത്തിൻ്റെ 11-ലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്, സ്വക്ഷേത്ര ബലവാനായിട്ടാണ്. അതിൻ്റെ 2-ാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ മേടൻ ലഗ്നത്തിൽ 2 പേരും അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അവിടെ ചന്ദ്രനെ കൊണ്ട് പറയുമ്പോൾ അവിടെ ഏഴരശനി കാലഘട്ടമാണ്, കണ്ടകശനി കാലഘട്ടമാണെന്ന് പറയുന്ന ഒരു അടിസ്ഥാനമില്ല. അതുകൊണ്ട് കൂറുഫലം അതോ 2 നക്ഷത്രക്കാർക്ക് തമ്മിൽ ഒരേ ഫലമല്ല വരുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും നിങ്ങൾ ഒരു ജ്യോതിഷെടുത്ത് പോകുമ്പോൾ അനാവശ്യമായിട്ട് എനിക്ക് കൂറുഫലം വേണ്ട, എനിക്ക് ലഗ്നം കൊണ്ട് എൻ്റെ ചാരഫലം ചിന്തിച്ചാൽ മതി. എത്ര വലിയ പണ്ഡിതനായാലും ജ്യോതിഷികളെ നിങ്ങളത് പറഞ്ഞിരിക്കണം. ഏറ്റവും ഇതാണ്. കാരണം വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ജ്യോതിഷം എന്നുള്ളത് ഒരു ജനങ്ങളെ ഭയപ്പെടുത്തിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പരിധിയിൽ വെച്ച അറിവാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരിക. അത് നിങ്ങൾ എന്താ പറയുക, എത്രമാത്രം സ്വീകരിക്കും എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും എൻ്റെ അറിവ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരികയാണ്. അപ്പം പുതിയൊരു എപ്പിസോഡുമായിട്ട് ഇനി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.